സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ആണ്. അപ്പോൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേജിംഗ് എന്ന് പറയുന്ന മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉപയോഗിക്കുന്നവർക്കാണ്. അപ്പം പേജിംഗ് എന്ന് പറയുന്ന മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മെയിൻ മെമ്മറിനെയും സെക്കൻഡറി മെമ്മറിനെയും ഒരേ സൈസുള്ള ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡറി മെമ്മറിയിലുള്ളതിനെ പേജ് എന്നും പറയും, മെയിൻ മെമ്മറിയുടെ ഡിവിഷൻസിനെ പേജ് ഫ്രെയിംസ് എന്നും പറയും. രണ്ടും ഒരേ സൈസ് ആയിരിക്കും. നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പേജുകൾ മെയിൻ മെമ്മറിയിലെ പേജ് ഫ്രെയിമിലോട്ട് ലോഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രോഗ്രാമിൻ്റെ സൈസ് വളരെ വലുതാണ് ആണെങ്കിൽ പലപ്പോഴും നമുക്ക് മെമ്മറിയിൽ ആ എൻ്റയർ പ്രോഗ്രാം വെക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പാർട്ട് ബൈ പാർട്ടായിട്ട് ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പലപ്പോഴും ആ പ്രോഗ്രാം പാർട്സ് മെയിൻ മെമ്മറിയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്നും ഈ പേജുകൾ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. അപ്പം മെയിൻ മെമ്മറിയിലുള്ള ഏത് പേജുകൾ ഇപ്പോൾ കിടക്കുന്ന ഏതൊക്കെ പേജുകളെ മാറ്റിയിട്ട് വേണം ഈ പേജുകളെ ലോഡ് ചെയ്യാൻ എന്നുള്ളത് തീരുമാനിക്കപ്പെടണം. സോ അതിന് നമ്മളെ സഹായിക്കുന്ന അൽഗോരിതംസ് ആണ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പേജ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പേജ് ഫോൾട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും മിനിമൽ പേജ് ഫോൾട്ട് വരുന്ന രീതിയിലുള്ള പേജ് റീപ്ലേസ്മെൻറ്റ് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പം നമ്മൾ പല ടൈപ്പ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഇവിടെ പഠിക്കും. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നമ്മുടെ ക്യൂ പോലെ തന്നെയാണ് പേജുകളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ്പ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പേജ് റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മെമ്മറിയിൽ കിടക്കുന്ന ആദ്യം വന്നത് ഏത് പേജാണോ അവയെ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പിന്നെ നമുക്ക് വേണ്ടുന്ന പേജുകൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് നമ്മുടെ പ്രൈമറി മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കൊരു പേജ് റെഫറൻസ് സ്ട്രിങ് തരും, എന്നിട്ട് മെയിൻ മെമ്മറിയിൽ എത്ര പേജുകൾ നമുക്ക് അറ്റ് എ ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഇൻഫർമേഷൻസ് തരും. അപ്പം നമ്മൾ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു പേജ് റെഫറൻസ് സ്ട്രിങ്ങും കാണുന്നുണ്ട്. വിത്ത് 3 പേജ് ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അറ്റ് എ ടൈം 3 പേജുകൾ മാത്രമേ നമുക്ക് എവിടെ വെക്കാൻ പറ്റത്തുള്ളൂ, മെയിൻ മെമ്മറിയിൽ വെക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്പർ ഓഫ് പേജ് ഫോൾട്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതി അതിനുശേഷം നമ്മുടെ 3 എണ്ണമല്ലേ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ അപ്പം നമ്മൾ 3 കോളം വരയ്ക്കണം. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് 3 കോളം വരയ്ക്കണം. ആദ്യം ഇനീഷ്യലി നമ്മുടെ മെമ്മറിയിൽ ഒന്നും ഇല്ല എന്ന് അസ്യൂം ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം പേജ് 1 നോക്കും, മെയിൻ മെമ്മറിയിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എഴുതണം, മിസ് എന്ന് എഴുതണം. എന്നിട്ട് 1 നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് കൊണ്ടുവന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് 1 ഇട്ട് വെച്ചു. ഇനി നമ്മുടെ 3 എന്ന് പറയുന്ന പേജ് നമ്മൾ നോക്കണം. 3 എന്ന് പറയുന്ന പേജ് ഇപ്പം നമുക്ക് ആകെ മെമ്മറിയിൽ 1 മാത്രമേ ഉള്ളൂ, 3 ഇല്ല. സോ നമ്മൾ എഴുതണം പേജ് മിസ് ഉണ്ടായെന്ന് പറയണം. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് അത് പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തതായിട്ട് 3 കാണിക്കണം. ഇനി നമ്മൾ വീണ്ടും 0 റിക്വസ്റ്റ് ചെയ്തു. 0 നമ്മുടെ മെമ്മറിയിലുണ്ടോ, ഇല്ല, 1ഉം 3 മാത്രമേ ഉള്ളൂ. അപ്പം പേജ് മിസ് ഉണ്ടായെന്ന് എഴുതണം. സോ 0നെ ലോഡ് ചെയ്തു. ഇപ്പം നമ്മുടെ മെമ്മറിയിൽ 3 പേജുകളേ ഉള്ളൂ, 1ഉം 3ഉം 0യും. ഇനി നമ്മൾ വീണ്ടും അടുത്ത പേജ് റെഫറൻസ് സ്ട്രിങ് നോക്കുക, 3 ആണ്. സോ 3 വരുമ്പോൾ 3 ഓൾറെഡി മെയിൻ മെമ്മറിയിലുണ്ട് എങ്കിൽ നമ്മൾ ഹിറ്റ് ഉണ്ടായെന്ന് പറയും. എന്തുണ്ടായി, ആ പേജ് ഹിറ്റ് ഉണ്ടായി. ഇനി 5 വന്നു. 5 നമ്മളുടെ മെയിൻ മെമ്മറിയിലുണ്ടോ, ഇല്ല, 1ഉം 3ഉം 0 ഉള്ളൂ. സോ നമ്മൾ ആര് റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആരെയാണോ മെമ്മറിയിൽ ഇട്ടത് അവരെ റീപ്ലേസ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ നോക്കണം ഏറ്റവും ഓൾഡസ്റ്റ് പേജ് ഏതാണ്, 1 ആണ്. സോ 1നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുത്തു, 5നെ ഇട്ടു. ക്ലിയർ. ഇനി അടുത്ത പേജ് റെഫറൻസ് സ്ട്രിങ് 6 വന്നു. 6 വരുമ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഇപ്പോൾ 0ഉം 3ഉം 5ഉം ആണ്. ഇതിനകത്ത് ആരെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, നമ്മളപ്പം നോക്കണം. 1നെ അപ്പോൾ ഓൾറെഡി മാറ്റി, ഇപ്പോൾ 5 കയറിയതേ ഉള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ 3ഉം 0യും ആണ്. അതിനകത്ത് ആരാണ് ഏറ്റവും പഴയ ആൾ, ആദ്യം വന്നത് 3 ആണ്. സോ 3നെ റീപ്ലേസ് ചെയ്തിട്ട് 6 ഉണ്ടായി. സോ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിക്വസ്റ്റ് ചെയ്ത പേജ് ഇല്ലെങ്കിൽ നമ്മളിവിടെ മിസ് എന്ന് എഴുതാൻ മറക്കരുത്. കാരണം മിസ്സുകളുടെ എണ്ണമാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ അടുത്തത് നോക്കുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ ഇപ്പം നമ്പർ ഓഫ് പേജുകളുടെ എണ്ണം കീപ്പ് ചെയ്യാൻ പറ്റുന്നത് 3 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. 4 എന്നായിരുന്നു നമുക്ക് തന്നതെങ്കിൽ നമ്മൾ നോർമലി ചിന്തിക്കുന്നത് എന്താണ്, 4 പേജുകൾ അറ്റ് എ ടൈം കീപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്പർ ഓഫ് പേജ് മിസ്സസ് അല്ലെങ്കിൽ പേജ് ഫോൾട്ടുകളുടെ എണ്ണം കുറവ് വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ FIFO പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പേജ് ഫ്രെയിംസ് കൂടിയാലും പേജ് ഫോൾട്ട് കൂടും. ഇതൊരു അനോമലിയാണ്. അതുകൊണ്ട് ഈ അനോമലിനെ നമ്മൾ പറയും ബെലാഡീസ് അനോമലി എന്ന് പറയും. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇതാ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. സപ്പോസ് യു ഹാവ് ഗിവൺ എ പേജ് റെഫറൻസ് സ്ട്രിങ് 3210 324 32104 വിത്ത് 3 പേജ് ഫ്രെയിംസ്. 3 പേജ് ഫ്രെയിംസ് ഉണ്ടായിരുന്നപ്പം
ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് എത്ര ആണെന്നും നോക്കണം. 4 പേജ് ഫ്രെയിം ഉണ്ടാകുമ്പോൾ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ടും നോക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്പർ ഓഫ് പേജ് ഫോൾട്ട് സ്ലോട്ടുകളുടെ എണ്ണം കൂടുമ്പം കൂടുന്നതായിട്ട് കാണും. സോ ഈ ഒരു അനോമലിനെയാണ് നമ്മൾ ബെലാഡീസ് അനോമലി എന്ന് പറയുന്നത്. അപ്പം ബെലാഡീസ് അനോമലി എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്പർ ഓഫ് പേജ് ഫ്രെയിമുകൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് മെയിൻ മെമ്മറിയിലെ നമ്പർ ഓഫ് പേജ് ഫ്രെയിം കൂടുമ്പോൾ പേജ് ഫോൾട്ടുകൾ കുറയുകയാണ് വേണ്ടത്. പക്ഷേ ഫിഫോയിൽ നമ്പർ ഓഫ് പേജ് ഫ്രെയിംസ് കൂടുമ്പോൾ പേജ് ഫോൾട്ടുകളുടെ എണ്ണം കൂടും. സോ ഇതൊരു അനോമലിയാണ്. ഈ അനോമലിനെ പറയുന്ന പേരാണ് ബെലാഡീസ് അനോമലി. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഓപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതമാണ്. ഈ ഓപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാൻ സാധ്യതയില്ലാത്ത പേജുകളായിരിക്കും ഒരു പേജ് ഫോൾട്ട് അല്ലെങ്കിൽ പേജ് മിസ് ഉണ്ടാവുമ്പം റീപ്ലേസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാൻ സാധ്യതയില്ലാത്ത പേജുകളെ നോക്കിയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പേജ് മെയിൻ മെമ്മറിയിൽ ഇല്ല എങ്കിൽ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലോട്ട് നമ്മുടെ പേജ് അല്ലെങ്കിൽ മെമ്മറി ഫുൾ ആണെങ്കിൽ നമുക്കൊരു പേജിനെ മാറ്റണം. സോ അപ്പോൾ നമ്മൾ ആരെ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാൻ സാധ്യതയില്ലാത്ത പേജുകളെ നോക്കി നമ്മൾ റീപ്ലേസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് പേജ് ഫോൾട്ട് വരുന്നത് ഓപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിന് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, 70 ഇതാണ് നമ്മളുടെ പേജ് റെഫറൻസ് സ്ട്രിങ് തന്നിട്ടുണ്ട്. മെയിൻ മെമ്മറിയിൽ അറ്റ് എ ടൈം 4 പേജുകൾ അറ്റ് എ ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്സ്. സോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ 4 എണ്ണം വരയ്ക്കണം. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് 4 എണ്ണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. 4 എണ്ണം. ആദ്യം 7. ഇനിഷ്യലി മെമ്മറിയിൽ ഒന്നുമില്ല. 7 ഉണ്ടോ? ഇല്ല. സോ പേജ് മിസ് ഉണ്ടായി. സോ 7 നമ്മൾ ലോഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് പേജ് റെഫറൻസ് സ്ട്രിങ് പേജ് 0 ചോദിച്ചു. പേജ് 0 നമുക്കില്ല. സോ മിസ് ഉണ്ടായി. സോ 0 നമ്മൾ ലോഡ് ചെയ്തു. നെക്സ്റ്റ് 1 വന്നു. 1 നമുക്ക് മെയിൻ മെമ്മറി നോക്കിയപ്പോൾ ഉണ്ടായോ? ഇല്ല. സോ പേജ് മിസ് ഉണ്ടായി നമ്മൾ എഴുതി വെക്കണം. 1 നമ്മൾ ലോഡ് ചെയ്യുകയും ചെയ്യണം. ഇനി 2 നമ്മുടെ മെയിൻ മെമ്മറിയിലുണ്ടോ? ഇല്ല. സോ പേജ് മിസ് ഉണ്ടായി. സോ 2 നമ്മൾ ലോഡ് ചെയ്തു. ക്ലിയർ? ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ റെഫറൻസ് സ്ട്രിങ് വന്നത് 0 സോ 0 നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും പേജ് ഹിറ്റ് ഉണ്ടായെന്ന് പറയും. സോ നമുക്കിപ്പോൾ ആരെയും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പേജ് ഹിറ്റ് വന്നാൽ നമുക്ക് പേജ് ഫോൾട്ട് ഒന്നും ഇല്ല. സോ പേജ് ഹിറ്റാണ്, ഓൾറെഡി ഉള്ള സാധനമാണ്. നമുക്ക് ധൈര്യമായിട്ട് പ്രോഗ്രാമിന് അതിനെ എടുത്ത് ഉപയോഗിക്കാം. നെക്സ്റ്റ് 3 വന്നു. 3 വരുമ്പോൾ 3 നമ്മളുടെ ഇവിടെ ഉണ്ടോ? ഇല്ല. 2107 മാത്രമേ ഉള്ളൂ. 3 നമ്മളുടെ ഇല്ല. സോ നമുക്ക് ഈ 2107 ആരെ റീപ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കണം. സോ നമ്മൾ ഫ്യൂച്ചർ റെഫറൻസ് സ്ട്രിങ് മുമ്പോട്ട് നമ്മൾ നോക്കണം. അതിനുശേഷമുള്ള മുമ്പോട്ടുള്ള പേജ് റെഫറൻസ് സ്ട്രിങ്ങിൽ എങ്ങും 7 വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് 7 റീപ്ലേസ് ചെയ്തത് നമുക്ക് എന്തിനെ ലോഡ് ചെയ്യാം? 3 ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പേജ് മിസ് ഉണ്ടായി. നമ്മൾ 7 റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തിനെ ലോഡ് ചെയ്തു? 3 ലോഡ് ചെയ്തു. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മളുടെ പേജ് റെഫറൻസ് 0 സോ 0 ഓൾറെഡി ഉള്ളത് തന്നെയാണ്, ഇവിടെ തന്നെ ഉണ്ട്. സോ നമുക്ക് ഹിറ്റാണ്. അപ്പോൾ നമ്മൾ ഹിറ്റ് എന്ന് എഴുതി ജസ്റ്റ് ഒന്ന് ചെയ്യുക. ഇനി നമ്മൾ അടുത്തത് 4 4 നമ്മളുടെ ഈ കൂട്ടത്തിൽ ഒന്നുമില്ല 4. സോ നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യണമെന്ന് നോക്കണം. അപ്പം നമ്മൾ മുമ്പോട്ടുള്ള സ്ട്രിങ്ങിൽ നോക്കണം. മുമ്പോട്ടുള്ള സ്ട്രിങ്ങിൽ നോക്കുമ്പോൾ ഇതിനകത്ത് വരാൻ സാധ്യതയില്ലാത്ത ഫ്യൂച്ചറിൽ മുന്നിൽ സാധ്യതയില്ലാത്തത് ആരാണ്? 1 സോ 1 റീപ്ലേസ് ചെയ്ത് ആര് കയറി? 4 കയറി. സോ 2403. ക്ലിയർ? അപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത 4 ഇല്ലാത്തത് കൊണ്ട് മിസ് ഉണ്ടായെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. 1 റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തിനെ ഇടണം? 4 ഇടണം. നെക്സ്റ്റ് 2 വന്നു. 2 വരുമ്പോൾ 2 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സോ പേജ് ഹിറ്റാണ് അവിടെ. 3 വരുന്നു. 3 ഓൾറെഡി ഉണ്ട്. സോ അങ്ങനെ എഴുതുക. അപ്പം മിസ്സുകളുടെ എണ്ണമാണ് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് LRU അൽഗോരിതം. LRU അൽഗോരിതം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ച പേജുകളെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന അൽഗോരിതമാണ് LRU. ലീസ്റ്റ് റീസെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഴയ പേജുകളെ നോക്കണം. ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പം അധികം ഈ കാലത്ത് റീസെൻ്റ് ആയിട്ട് ഉപയോഗിക്കാത്ത ഏത് പേജാണെന്ന് നോക്കണം, അതിനെ റീപ്ലേസ് ചെയ്യണം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വിത്ത് 4 പേജ് ഫ്രെയിംസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് യൂസിങ് LRU അൽഗോരിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം. ആദ്യം 7 ഇല്ല, മിസ് ഉണ്ടായി. 7 ലോഡ് ചെയ്തു. 0 ഇല്ല, മിസ് ഉണ്ടായി. 0 ലോഡ് ചെയ്തു. 1 ഇല്ല, മിസ് ഉണ്ടായി. 1 ലോഡ് ചെയ്തു. 2 ഇല്ല, മിസ് ഉണ്ടായി. 2 ലോഡാക്കി. ഇനി 0 വന്നു. 0 ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഹിറ്റാണ്. നമുക്കപ്പോൾ പേജ് ഫോൾട്ട് ഒന്നും ഇല്ല, ഹിറ്റാണ്. 3 വന്നു. 3 വരുമ്പോൾ